ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് ഒരു അടിപൊളി റവ ബിരിയാണി ഉണ്ടാക്കിയാലോ. നമ്മുടെ ബീഫ് വെച്ചിട്ട് നമുക്ക് റവ കൊണ്ട് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എല്ലുകൾ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. ഇവിടെ പിന്നെ എല്ലിൽ ഇത്തിരി താല്പര്യക്കുറവുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. എല്ലൊന്നും ഇല്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു 250 ഗ്രാം അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം ഒരു അര ടീസ്പൂൺ വീതമാണ്. അത് നമ്മൾ നന്നായിട്ട് ബീഫ് കഴുകി വെള്ളമൊന്നും ഇല്ലാതെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് എരിവിന് ആവശ്യമായത്, പിന്നെ വെളുത്തുള്ളി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള, ഒന്നരയോ സവാള എടുക്കുക. എന്നിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ്, നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് വേണം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ച് എല്ലാം ഒന്ന് മസാലയൊക്കെ പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് കൂടുതലൊന്നും വെള്ളം ചേർക്കുന്നില്ല. ഒരു അര ഗ്ലാസ്, അതായത് ഒരു ഇത്തിരി വെള്ളം മാത്രം, അതായത് നമ്മൾ ആ മസാല വെട്ടി ആ കയ്യിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ആ ഒരു വെള്ളം മാത്രം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലാക്കുക. എന്നിട്ടൊരു 6 വിസിൽ വരെ പോട്ടിട്ടോ. ബീഫാണ്, വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഈ റവ വെച്ചിട്ട് ഒരു ഉപ്പുമാവ് സ്റ്റൈലിലൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് നിറച്ചൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം 2 ഏലക്ക ഇട്ട് കൊടുക്കുക. സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേറെയും കാഷ്യൂ, മുന്തിരി അതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. എന്നിട്ടൊരു പകുതി സവാള നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരിയൊരു ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ ആ ഒരു ഉപ്പുമാവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ കറക്റ്റായിട്ട് ഇവിടെ പറയുന്നില്ല. ആ വെള്ളത്തിന് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. നിങ്ങൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ടുള്ള വെള്ളം എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് റവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റവ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് വെന്ത് വരാനാണ്. ഇതിപ്പോൾ അത്ര വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വെള്ളം ഒരു 80% കുക്കായാൽ മതി. ബാക്കി നമ്മൾ ബീഫൊക്കെ അതിലേക്ക് തട്ടി ഒന്ന് മൂടി വയ്ക്കുമ്പോഴത്തേക്കും വെന്ത് വന്നോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, എന്നാലും ഒന്നും കൂടി അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. എന്നിട്ട് നമുക്ക് തീ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം എല്ലാം ഇളക്കിയൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് ബീഫിൻ്റെ ആ സവാളയുടെ വെള്ളം ഉണ്ടാവും. അപ്പം ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാവിൻ്റെ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടൂലേ അതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. എന്നിട്ട് സിമ്മിൽ തന്നെ തീ വെച്ചിട്ട് അതൊന്ന് അതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലയും കൂടെ തൂക്കിയിട്ട് 1 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ റവ ഉപ്പുമാവ് വെച്ചിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. ഓൾമോസ്റ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപ്പുമാവ് ഡെയിലി ഇങ്ങനെ കഴിക്കുന്നതിന് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ടൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കാം. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. Okay, thank you for watching my video. Thank you.